ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം കറി വെച്ചതിൻ്റെ ബാക്കി ഒരു കഷ്ണം ചേനയുണ്ട്, ഒരു പച്ചവാഴയ്ക്കയുണ്ട്. മെഴുക്കുവരട്ടി വെച്ചാലോ? നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഇന്നത്തെ എൻ്റെ മെഴുക്കുവരട്ടി ഇതാ. അപ്പോൾ ഒന്ന് കാണിച്ചു തന്നാണ്. അപ്പോൾ നമുക്ക് ചേനയൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം, വാഴയ്ക്കയും അതുപോലെ തന്നെ ചെറുതാക്കി അരിയണം. തൊലി മുഴുവനായിട്ടും കളയണ്ട കേട്ടോ. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം, വായോ. ചേനയൊക്കെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വാഴയ്ക്ക അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ആദ്യമേ നമുക്ക് ചേന തന്നെയാണ് അടുപ്പ് വെക്കേണ്ടത്. കാരണം വെച്ചാൽ പച്ചവാഴയ്ക്കയ്ക്ക് അധികം വേവില്ലല്ലോ. ഇതാ പാനൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇച്ചിരി തേങ്ങാക്കൊത്ത് ഇഷ്ടമുണ്ട് കേട്ടോ അത് കേട്ടോ, വെറുതെ ഒരു കടിയൊക്കെ കിട്ടണമെങ്കിൽ. ചിലവരൊക്കെ ചോദിക്കുന്നുണ്ടാവേ, ഇതെന്തിനാ ഈ ചേനയും കായൊക്കെ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്? ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും ചോറും കറി ഉണ്ടാക്കുന്നതല്ലേ, അപ്പം ഇന്നത്തെ എൻ്റെ ഡിഷ് അങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം ചേനയോ ഒരു പച്ചവാഴയ്ക്കയൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട, അതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്താം എന്നും കൂടെ ഉണ്ട് ഇതിനകത്തൊരു അർത്ഥം കേട്ടോ. അപ്പം എന്തായാലും ഇച്ചിരി ഉള്ളെങ്കിൽ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടെയൊക്കെ ചേർത്തിട്ട് ഒരു മെഴുക്കുവരട്ടിയോ തോരനോ ഒക്കെ ആക്കിയിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാം അല്ലേ. ഇതാ, അപ്പം അതിനെ ഒന്നും കൂടെ രുചികരമാക്കാനാണ് ഈ തേങ്ങയൊക്കെ വറുത്തിടുന്നത്. ആവശ്യമൊന്നും ഇല്ല. തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ടേ ഇതാ കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതാ കുറച്ച് ചെറിയുള്ളി ചതച്ചത്, അത് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടേക്കാവേ. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഇനി ഇടുന്നത് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ചതച്ച് വെച്ചേക്കുന്നതാണ്. അത് നിങ്ങളുടെ എരിവിന് പാകത്തിന് ചേർക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു പിഞ്ച് മതിയേ. നമ്മുടെ ചേന ഇട്ട് കൊടുക്കാം. ഇതാ കനം കുറച്ച് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ച ചേനയാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. കാര്യം എന്ന് വെച്ചാൽ ചേനയ്ക്ക് വേവുണ്ടാവും. ചേന ഒരു പകുതിയിൽ കൂടുതൽ വെന്തതിന് ശേഷം വാഴയ്ക്ക ഇട്ടാൽ മതിയേ. ഇനി മൂടി വയ്ക്കാം. പച്ചവാഴയ്ക്ക നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതിനധികം വേവില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം ഇടാത്തത്. ചേന എന്തായാലും 3/4 വേവ് കഴിയുമ്പോഴത്തേനും നമുക്ക് കായും കൂടെ ഇട്ട് കൊടുക്കാം. ചേനയൊക്കെ എന്തായിരുന്നു നോക്കാവേ. കനം കുറച്ച് അരിഞ്ഞുകൊണ്ടേ വെന്തിട്ടുണ്ട്, 3/4 വേവായിട്ടുണ്ട്. ഇനി നമ്മുടെ കായില്ലേ, പച്ചവാഴയ്ക്ക അരിഞ്ഞതും കൂടെ ഇതിനകത്തൊന്ന് ചേർത്തേക്കാം. കായും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കാവേ. നമ്മുടെ മെഴുക്കുവരട്ടി എന്തായാലും നോക്കണ്ടേ. ഇതാ എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒന്നൊന്നേ തൊടാതെ ഇങ്ങനെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കനം കുറച്ചരിഞ്ഞതും കണ്ടോ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ വേവിച്ചതുവേ. ഇപ്പം സ്റ്റൗവൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി മെഴുക്കുവരട്ടിയാണ്. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. മിക്കവരും ഉണ്ടാക്കിയിട്ടുള്ളവരായിരിക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.